ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വീഡിയോ ഒക്കെ പോകുന്നതിന് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിഫാൻ മെഹനുവിലെ മെഹനാസ് മെഹനു എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ്. ഇതിനു മുമ്പേ എൻ്റെ ചാനൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം, എന്നെ പലർക്കും അറിയുന്നതും ആ ഒരു വിഷയം ആസ്പദമാക്കി കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ മെഹനാസ് മെഹനു എന്ന് പറയുന്ന വ്യക്തി കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ആക്റ്റീവ് ആയിരുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മെഹനാസ് എന്ന് പറയുന്ന വ്യക്തി ഒരു വിവാഹം കഴിക്കുകയും ആ വിവാഹത്തിൽ പെട്ട ആ പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പലരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു, വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിലെ ലഘുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ റിഫാൻ മെഹനു ആത്മഹത്യയാണെന്ന് നിയമം തെളിയിക്കുകയും അതിനുശേഷം പോസ്കോ കേസിലൂടെ ഈ പറയുന്ന വ്യക്തി വിവാഹം 18 വയസ്സിന് മുന്നെയാണ് കല്യാണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മെഹനാസ് ജയിലിൽ പോവുകയും അങ്ങനെ അതിൽ നിന്ന് തിരിച്ചു വരികയൊക്കെ ചെയ്തതിനു ശേഷം ഇദ്ദേഹത്തിന് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്നും ആക്റ്റീവ് ആയിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ ചാനലിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കൂടെ പല സ്ത്രീകളും ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരികളായിരിക്കും, സുഹൃത്തുക്കളായിരിക്കും, അവരൊക്കെ വീഡിയോയിൽ വരുമ്പോഴടക്കം നീ പുതിയ പെണ്ണിനെ കിട്ടി, ഒന്നിനെ കൊന്നിക്കാണ്ട് നീ വേറെ പുതിയ പെണ്ണിനെ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള മോശം കമന്റ്സും സൈബർ ബുള്ളിങ് അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ ഈ മെഹനാസിന് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മെഹനാസ് വളരെ കാം ഡൗൺ ആയി. പിന്നെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു വിവാഹം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങിലേക്ക് പോവുകയും, അത് വിവാഹമായിരുന്നോ ഇല്ലെന്ന് അറിഞ്ഞൂടാ, ഇവർ പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തിട്ട് എൻ്റെ വൈഫാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പല ആളുകളും നിങ്ങൾ ഒളിച്ചോടി വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പല ആളുകളും വീഡിയോയും കാര്യങ്ങളും കമന്റും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും എൻ്റെ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്ന കുറച്ച് വീഡിയോ ഉണ്ട്, അവരുടെ സ്വന്തം ചാനലിട്ട ഒരു കാര്യങ്ങളാണ്. അതിന് 2-3 ക്ലിപ്പുകൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം അദ്ദേഹത്തിൻ്റെ വൈഫ് പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇത് പ്രത്യേകം റിവീൽ ചെയ്യാതിരുന്നത് എന്നുള്ളതിനൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരെ പരമാവധി പുച്ഛിക്കുന്നുണ്ട്, ഇവർ ഒളിച്ചോടി വന്നാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്നെ അതിനുള്ള റീപ്ലേസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും ഫസ്റ്റ് ക്ലിപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് അവർ വൈഫ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഫൈനൽ ഔട്ടിലേക്ക് പോകാം. നിങ്ങൾ അതൊന്ന് കേട്ടിട്ട് വരും. മാസ്ക് ഇടുന്നത് പേടിച്ചിട്ടൊന്നുമല്ല, മേനു പറഞ്ഞപ്പോ മാസ്ക് ഇടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് മാസ്ക് ഇട്ട് വീഡിയോ എടുത്തത്, അല്ലാണ്ട് പേടിയൊന്നുമില്ല. നമ്മളെന്തിനാ പേടിക്കണം, നമ്മുടെ ലൈഫല്ലേ. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചെങ്കിൽ, ഇപ്പം പെട്ടെന്ന് തന്നെ മേനോടെ കൂടെ എന്നെ കാണുമ്പോൾ റിഫാടെ ഫാൻസിനായാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ശരിയാണ്, ഇത്രയും നാളും അവരുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് അവരുടെ ഹാപ്പിനെസ് എല്ലാം കണ്ട് അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എന്നെ കാണുമ്പോൾ ശരിയാ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. എല്ലാവർക്കും സങ്കടവും വിഷമമൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും എല്ലാവരുടെ ഫീലിങ്സ് ഉണ്ടാവും. ഇപ്പം ഓരോരുത്തർ കമന്റ് ഇടുമ്പോൾ നമ്മുടെ ഫീലിങ്സിന് അവരാരും നോക്കണില്ല. എന്തൊക്കെയൊക്കെയോ ഓരോരുത്തർ വിളിച്ച് പറയണുണ്ട്. റീച്ചിനും വേണ്ടിയിട്ട് കുറെ പേര് നെഗറ്റീവ്സ് മാത്രമായിട്ടിട്ടുണ്ട്. നെഗറ്റീവ്സ് ഇട്ടാൽ പെട്ടെന്ന് തന്നെ റീച്ച് അടിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറെ പേര് എന്തൊക്കെയൊക്കെയോ കാട്ടിയിട്ടുണ്ട്. അങ്ങനെ ലൈഫിലേക്ക് വന്നതാ ഞാൻ. ഇപ്പൊ കമന്റ് ഉണ്ട് ഞാനാണ് കൊന്നതെന്ന് പറഞ്ഞിട്ട്. ഇതെനിക്ക് അറിയ പോലും ഇല്ല, ഇതെന്നോ നടന്ന കാര്യം. ഇപ്പൊ വന്ന ഞാൻ എന്നെ എന്നിട്ട് എല്ലാരും കുറ്റം പറയണ്ട. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എന്തിനാണ് മേനുവിനെ എല്ലാരും കുറ്റം പറയണേന്ന്. അവരവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് അവരിതുപോലെ ഓരോന്ന് പറയണം, അത്ര തന്നെ. ഓരോരുത്തര് പണത്തിന് ഇതിനു വേണ്ടിയിട്ട് പലതും പറഞ്ഞ് ഓരോന്ന് ഉണ്ടാക്കുന്നുണ്ട്. എനിക്കതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ലൈഫ് നോക്കിയാൽ മതി, ഹാപ്പി ആയിട്ട് ജീവിച്ചാൽ മതി. നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിച്ചു. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടല്ലോ, ഇത് കണ്ടപ്പോൾ അവരുടെ വൈഫ് പറയുന്നുണ്ട് മെഹനാസിന് മൂവ് ഓൺ ചെയ്യണം, അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫ് ഉണ്ട്, ഞങ്ങളെ ലൈഫ് ഞങ്ങളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഇവർ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴുള്ള കമന്റുകൾ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇനി പോരാത്തതിന് മെഹനാസ് പറയുന്നുണ്ട്, അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിരുന്നു, ഞാൻ കുറച്ച് പണത്തിന് കുറേ പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, വക്കീലിന് കൊടുക്കാൻ പോലും പൈസ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട്ട് ഫൈനലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അല്ലാതെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലോട്ട് സംസാരിക്കുന്നതിന് മുമ്പേ ഈ കാര്യങ്ങൾ ക്ലിപ്പുകൾ കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണ്. അതുകൊണ്ടാണ് ഈ ക്ലിപ്പ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ക്ലിപ്പ് ഞാൻ എന്താ പറയാ, എന്റെ ഭാഗത്തൊരു ഫോൾട്ട് ഇല്ല എന്നുള്ളത് 100% എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ നോർമലി എല്ലാരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ബോയ്സ് ആണെങ്കിൽ നിന്റെ ഓളെ നീ കണ്ടോനെ ഇതാക്കോ, നീ എല്ലാരും പറയുന്നു റൂമിൽ ഇതാക്കി അങ്ങനെ ഇങ്ങനെ മുന്നത്തെ കഥകൾ. പക്ഷെ എന്നാലും അങ്ങനെ ഒരു കഥയേ ഇല്ല.
കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരാള് ഉറങ്ങുന്നിടത്തൊന്നും ഒരിക്കലും ഒരാൾ കടത്തൂല. പിന്നെ ആരും ഫ്രണ്ട്സ് വരുമ്പോ നോർമലി ആരെങ്കിലും ഫ്രണ്ട്സ് വരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ ഫ്രണ്ട്സും അല്ല ആരും, പക്ഷെ ഫ്രണ്ട്സ് വരുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരാൾ അതിഥി ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞാൽ വീട്ടിന്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ അതേ പഠിക്കുന്ന ഒരു ടൈം ആകുമ്പോ പോവും അല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തല്ലോ പറഞ്ഞിട്ടുണ്ടാക്കിയ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പരത്തുന്നെല്ലാം അവരവരെ കൾച്ചർ അവരവരെ നേട്ടത്തിനും വേണ്ടിയിട്ട് എന്റെ ശത്രുക്കൾ ഉണ്ടാക്കിയ ഒരു കഥകളാണ് കെട്ടുകൾ. പിന്നെ അതിന്റെ ബാക്കിൽ ഫോൾട്ട് എല്ലാവരുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഫോൾട്ട് ഉണ്ടായ ആളെ പറയുന്നില്ല, അവരവര് ഫോൾട്ട് ഓരോ തെറ്റ് ചെയ്ത് അവരവരെ അനുഭവിച്ച്, അത്ര തന്നെ. അതേ ഞാൻ പറയുന്നത്. റീച്ച് കിട്ടാനും എല്ലാത്തിനും വേണ്ടിട്ട് എല്ലാരും ചെയ്ത് അതന്നെ, വേറെ ഒന്നുമില്ല. കുഞ്ഞിനെ നമ്മളെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ കബറിന്റെ അടുത്ത് പോകാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെ പുല്ലുറച്ച് പറഞ്ഞിട്ട് കേസ് എന്തൊക്കെയോ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നെ ലോക്ക് ചെയ്തിനല്ലോണം. നിങ്ങൾക്ക് അറിയില്ല ഞാൻ പോവാതെ, എനിക്ക് അവര് പറയുന്നത് ഞാൻ പോകുന്നില്ല പിടിക്കുന്നില്ല. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല കഴിച്ചു അവര്. പിന്നെ നമ്മൾ ഫസ്റ്റ് 2-3 ഇവിടുന്ന് ഞാൻ കാസർഗോഡ് നിന്ന് കോഴിക്കോടേക്ക് വരെ പറ്റി. ഒന്നാമത് ഈ 1.5 കൊല്ലം ഞാൻ നല്ല ഭ്രാന്തിലായിരുന്നു. നല്ല ഭ്രാന്ത് പറഞ്ഞാൽ ആ ഡിപ്രഷൻ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഇരിക്കുന്ന സമയത്ത് നല്ല ടൈറ്റ് ആയി, ഫിനാൻഷ്യലി നല്ല ടൈറ്റ് ആയി. നല്ല ടൈറ്റ് ആന്ന് പറയുമ്പോൾ കേസിന് കൊടുക്കാൻ പൈസ ഇല്ലാണ്ട് ആകെ ഭയങ്കര ടൈറ്റ് വന്ന് ആകെ ഒരു സ്ഥലത്ത് അനങ്ങാൻ പറ്റാതായി. പിന്നെ കേസിന്റെ ഇപ്പൊ കുഞ്ഞിന്റെ കേസൊക്കെ വക്കീലിന് കൊടുക്കാൻ പൈസ ഇല്ലാണ്ട് ആയതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഇതായിപ്പോയത്. അല്ലാണ്ട് ഞാൻ എന്റെ ഈ അവസ്ഥ ഉണ്ടല്ലോ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എന്നെ ഇങ്ങനെ ആക്കിയെടുത്തതേ നിങ്ങൾ തന്നെ ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിലാക്കിയെടുത്തൊക്കെ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് ക്ലിപ്പുകൾ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് ഈ മെഹനാസ് മെഹനു എന്ന് പറയുന്ന വ്യക്തി മുമ്പ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഈ അട്ടർലി റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് ഇപ്പൊ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇനിയൊരു വിവാഹം എന്ന് പറഞ്ഞ കാര്യമില്ല, അതായത് എനിക്ക് എന്താണ് മൂവ് ഓൺ ചെയ്യണം, എനിക്ക് അത്രയൊന്നും ട്രോമയിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നുണ്ട് എന്റെ അവസ്ഥ എന്താ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത്രത്തോളം ട്രോമയിലാണ് ഞാൻ നിന്നിട്ടുള്ളത്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഈ മെഹനാസ് ഇപ്പൊ ഞാൻ പറഞ്ഞ ക്ലിപ്പിൽ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തി മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതിന് ഞാൻ ഇപ്പൊ കുത്തിപ്പൊക്കി എടുക്കുന്നൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് ഇനിയൊരു വിവാഹം എന്ന് പറയുന്നില്ല, എനിക്ക് റിഫയാണ് എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അറേഞ്ച് മാരേജ് ആയിരിക്കും എന്ന് ആബ്സലി ഞാൻ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമല്ലോ. അതായത് ഒരു അറേഞ്ച് മാരേജ് ആയിരിക്കും ഇവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തായാലും പെരക്കാരുടെ നിർബന്ധ പ്രകാരം അങ്ങനെ കാര്യങ്ങളാണ്. പക്ഷെ ഇത് അട്ടർലി റോങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഈ ലവ് മാരേജ് ആയിരുന്നു. പിന്നെ പോരാത്തതിന് ഈ കുട്ടി എന്ന് പറയുന്ന ഈ കുട്ടിക്ക് നിങ്ങൾ റിഫയുമായിട്ട് ബന്ധമുള്ളപ്പോൾ മെഹനാസിന് ഇവളോട് ബന്ധമുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവളാണ് റിഫയെ കൊന്നത്, ഇവൾ പറഞ്ഞിട്ടാണ് റിഫയെ കൊന്നത്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജീവിക്കട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ അവരുടേതായിട്ടുള്ള ഫ്രീഡവും അവരുടേതായിട്ടുള്ള കാര്യങ്ങളും ഇപ്പൊ അവർ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ കയറിയിട്ട് നമ്മുടെ മലയാളീസാൾ ചെയ്യുന്ന ഒരുമാതിരി ചെറ്റ പരിപാടികൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. പിന്നെ പലർക്കും കൺസൾട്ട്സ് ഉണ്ടാവും, അതായത് ഒരാളെ കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് തെളിയാതെ ഇപ്പോഴും ഇങ്ങനെ ദുരൂഹതകൾ നിൽക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഭർത്താവായിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് കുറെ ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട്. ആ നിയമമായിട്ട് തെളിയിച്ചിട്ടില്ല എങ്കിൽ പോലും പല ആളുകളും പല മീഡിയസിലൂടെയും ഇദ്ദേഹത്തിന് ആരോപണങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആരോപണങ്ങളെല്ലാം തന്നെ ഇദ്ദേഹത്തിന് ടാർഗറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളെല്ലാം മറ്റുള്ള ജനങ്ങൾക്ക്, അക്ച്വലി നമ്മളെ പോലത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും പേടിയായിരിക്കും. ഇപ്പോ ഇനിയിപ്പോ ഈ കുട്ടിനെ കൊല്ലാനാണോ ഇവൻ പ്രേമിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് പറയാനുള്ളത് ആ കുട്ടിയോടാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എവിടെയാണോ വരുന്നത് അവിടെ നിങ്ങൾക്ക് ഇതൊക്കെ പ്രതികരിക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ കമന്റിന് റീപ്ലൈ കൊടുക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അതിനുള്ള സമയം ഉണ്ടാവുള്ളൂ എനിക്ക് പറയുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾ ഒരു വള്ളി വിളിച്ചെടുക്കുകയാണ്, അതായത് ഇങ്ങനെ കൊണ്ടാ ഞങ്ങൾക്ക് കണ്ടന്റ് കൊണ്ടാന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയാണ് എനിക്ക് ഇവരുടെ വീഡിയോകൾ കാര്യങ്ങൾ കണ്ടപ്പോൾ തോന്നിയത്. അതായത് മെഹനാസിനൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് മെഹനാസിന് അറിവെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താണെങ്കിൽ പോലും ഈ കുട്ടിയെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി ഒപ്പീനിയൻ. കാരണം എന്ന് വെച്ചാൽ ഇവർ ജീവിക്കുന്നത്, ഇപ്പൊ ഇവർ സെപ്പറേറ്റ് ആയിട്ട് വീട് എടുത്തു, പിന്നെ അതുപോലെ തന്നെ ഇവർ പ്രേമിച്ചാണ്, ലവ് മാരേജ് ആണ്. ഇതങ്ങനെ മെഹനാസ് റിഫ മരിച്ചതിന് ശേഷമാണ് ഞാൻ മെഹനാസിനെ പരിചയപ്പെടുന്നത്. അപ്പൊ എന്നിരുന്നാൽ പോലും ഒരു ലവ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ട്. അപ്പൊ റിഫിനോടുള്ള സ്നേഹം എവിടെ എന്നുള്ള ചോദ്യം എല്ലാവർക്കും വരുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ജീവിതമാണ്, അത് നമ്മൾ ഇടപെട്ട് കൊളാക്കേണ്ടതായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇവിടെ കേരളത്തിൽ ആർക്കും അവർക്ക് എങ്ങനെ ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ മെഹനാസിന് ഒരു 2ാം വിവാഹം കഴിക്കാമെന്നോ, അല്ലെങ്കിൽ മെഹനാസിന് ഇനിയൊരു വിവാഹം കഴിച്ചുകൂടായില്ല എന്നോ, അല്ലെങ്കിൽ മെഹനാസ് ചെയ്യുന്നത് വളരെ അട്ടർലി ഫ്ലോപ്പ് ആണെന്നോ എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കാരണം മെഹനാസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ആ ലൈഫ് ആ പാർട്ട് അവിടെ കഴിഞ്ഞു.
അതിലൊരു കുട്ടിയുണ്ട്, ആ ഭാര്യ മരിച്ചു. ഇനി ഇദ്ദേഹത്തിന് മെന്റലി ഡൗൺ ആണ്, അപ്പൊ ഇദ്ദേഹത്തിന് എന്താണെങ്കിലും ഒരു സഹായത്തിന് അല്ലെ ഇങ്ങനൊരു ഭാവി ഈ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഹെൽപ്പ് വേണ്ടി വരും എന്ന് തോന്നിയിട്ടായിരിക്കും ഇദ്ദേഹം ഒരു വിവാഹത്തിലേക്ക് പോയിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇദ്ദേഹം മുന്നേ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഇവിടെ ജനങ്ങൾക്ക് ഈ ചോദ്യം ചെയ്യപ്പെടേണ്ട ആവശ്യങ്ങൾ വരുന്നത്. അദ്ദേഹം പറയുന്നത് എനിക്ക് എൻ്റെ ഹാർട്ടായിരുന്നു റിഫ എന്ന് പറയുന്ന വ്യക്തി, ആ ഹാർട്ടിലേക്ക് വേറെ ഹാർട്ടിനെ കൊടുന്ന് വെക്കോ എന്നുള്ള ഒരു ചോദ്യം എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ചോദ്യം. പക്ഷെ എന്തായിരുന്നാലും എനിക്ക് പറയാനുള്ളത് ഇത് അവരുടെ വഴിക്ക് വിടുക എന്നുള്ളതാണ്. നമ്മൾ അതിനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടന്മാരായി പോകാന്നുള്ളൂ. ജീവിതം പലതും മറക്കും, മനുഷ്യരാണെന്ന് പറഞ്ഞ പോലെ മാറും മറക്കും എന്നാണ് ആ ഒരു സംഭവമാണ്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അതിലോട്ട് നമ്മൾ പോവാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. അവരവരുടേതായിട്ടുള്ള ലൈഫും കാര്യങ്ങളും ജീവിച്ചു പൊക്കോട്ടെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ തോന്നിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇത്രേ ഉള്ളൂ. അപ്പോൾ പുതിയ വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.